ശൈലജ നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഭ നമ്മളോട് പറയുകയാണ്, സ്നാപക യോഹന്നാനിൽ ഉണ്ടായിരുന്ന ഒരു മനോഭാവം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, സഭ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം അയക്കുകയാണ്. സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാര് വന്നിട്ട് സ്നാപകയോഹന്നാനോട് പറയുകയാണ്, നിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ, നീ സ്നാനം നൽകിയത് ആർക്കാണോ അവന്റെ അവിടെ കുറെ ആളുകൾക്ക് സ്നാനം നൽകുന്നു, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ലെ, നമ്മുടെ ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണൊക്കെ കുറഞ്ഞു വരികയാണ്. ഇവിടെ വന്നുകൊണ്ടിരുന്ന എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനത്തിന്റെ ഒരു കുത്തൊഴുക്ക് അവന്റെ അടുത്തേക്കാണെന്ന് പറയുകയാണ്. അപ്പൊ സ്നാപകയോഹന്നാൻ പറയുന്ന മനോഹരമായിട്ടുള്ള വചനങ്ങളുണ്ട്. സ്നാപകയോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, മറിച്ച് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും നേടാനായിട്ട് കഴിയുകയില്ലെന്ന് പറയുകയാണ്. അതിനുശേഷം മനോഹരമായിട്ടുള്ളൊരു വചനം കൂടി സ്നാപകയോഹന്നാൻ പറഞ്ഞു വെക്കുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കൂടെയുള്ള ഒരാള് ഒരിത്തിരി വളർന്നു എന്ന് കാണുമ്പോൾ, കൂടെയുള്ള ഒരാള് എന്നേക്കാളും ഇത്തിരിയോട് ഉയരത്തിൽ പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ അസൂയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിലെ സ്നാപകയോഹന്നാൻ നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. സ്നാപകയോഹന്നാൻ പറയുകയാണ്, ആരും ടെൻഷൻ അടിക്കേണ്ട, അതെല്ലാം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്, ദൈവം നൽകുന്നതാണ്, ആ ഉയർച്ചയല്ല. ആ ഉയർച്ചയിൽ അവൻ വളരണം, ഞാൻ കുറയണം, അതാണ് ദൈവഹിതമെങ്കിൽ അത് തന്നെ നടക്കണമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ സ്നാപകയോഹന്നാനിൽ ഉണ്ടായിരുന്ന ഈ മനോഭാവം നമ്മളിലും ഉണ്ടാകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.